വായനാ ജ്യോതിശാലയത്തെ അവർക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചിങ്ങക്കൂറുകാർക്ക്. ചാരവശാൽ സൂര്യൻ 9ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മെയ് മാസത്തിൻ്റെ ഏകദേശം പകുതി ആകുന്ന സമയത്ത് സൂര്യൻ 10ാം ഭാവത്തിലേക്ക് വരികയും അതിൽ നിന്നും ഉണർവുണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായി വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധിയും ഗൃഹാന്തരീക്ഷം ഉചിതമായിരിക്കുകയും ധനങ്ങൾ വന്നു ചേരുവാനും ധനച്ചെലവുകൾ നിയന്ത്രിക്കുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് അനുകൂല ഭാവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 4ാം ഇട സംബന്ധമായിട്ട്, അതായത് ഭവന സംബന്ധമായിട്ടുള്ള സാധ്യതകളും മാതാവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ കാര്യത്തിലെല്ലാം സുഖം, അതുപോലെ തന്നെ സുഖമായിട്ട് ഉറക്കത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആരോഗ്യം, ഐശ്വര്യ അഭിവൃദ്ധി എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് അതിലോലപരമായിട്ടുള്ള ബിസിനസ് തന്ത്രങ്ങളും അതുപോലെ തന്നെ ഉയർച്ചകളും തൊഴിലുകളിൽ അഭിവൃദ്ധി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതകളെല്ലാം ഒരു വിധത്തിൽ പരിമിതിപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ലോണുകൾ മറ്റുള്ളത് എടുത്ത് വട്ടത്തിരിഞ്ഞ്, അതായത് ഒരുപാട് വടിപെട്ടിരിക്കുന്നവർക്കെല്ലാം ആശ്വാസം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങുന്ന ഒരു ലെവലുകൾ വരുവാനുള്ള സാധ്യത ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഉണ്ട് എന്നാണ് പറയാനുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ധനാഗമനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത, നാശനഷ്ടങ്ങൾ ഒഴിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖല പുരോഗമനത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ധനപ്പുഴക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധന വരുമാനങ്ങൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോരോ വഴികളും നമ്മളെ തേടിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൽ വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ്. നമസ്കാരം.